അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ എയർപോർട്ടിലേക്ക്. ഒരു പെട്ടിയിൽ അധികം ആയതുകൊണ്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ തൃപ്തിയായി, അയ്യ പെട്ടിയിൽ കൂടുതൽ തന്നെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് ഫാൻ ബോയ് എന്നല്ല, നമ്മുടെ കസിനാണ്. എൻട്രിയിൽ ഒരു കോമഡി ഉണ്ട്. മൂപ്പർ എന്റെ പാസ്പോർട്ട് നോക്കിയിട്ട് എന്റെ പേര് വായിച്ചിട്ട് ഒരു സംഭവം എന്റെ ഇനീഷ്യൽ CK എന്നായതുകൊണ്ട് അതിന്റെ ഫുൾ നെയിം വരുന്നത് ചട്ടിക്കുന്നിൽ താഴെ. ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്ന എക്സൈറ്റ്മെന്റ് മൊത്തം കളഞ്ഞിക്ക്. അതെന്ന് വെച്ചാൽ അത്രയും ക്യൂ ആയിരുന്നു ചെക്കിംഗ് ഔട്ട്. ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് നേരെ ഇരുന്ന് അരമണിക്കൂർ ഇരുന്ന ഫ്ലൈറ്റ് കയറാന്ന് വിചാരിച്ച് ഇരുന്ന് എയറിന്റെ എക്സ്പ്രസ് ആയതുകൊണ്ട് ലേറ്റ് ചെയ്യുന്നു. അങ്ങനെ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നത്. അത്രയും ക്യൂ. വീണ്ടും അങ്ങനായ വിമാനത്തിൽ കയറി കിട്ടിയാ പോയി എന്നുള്ളൊരു ചിന്തയിൽ ഞാനിങ്ങനെ നിന്ന് ഒരിയാനും ഞാൻ വലത്തെ കാലം വെച്ച് ഫ്ലൈറ്റിലേക്ക്. അപ്പോഴാണ് ചിരിച്ചുകൊണ്ട് ഒരാൾ നമ്മളെ വരവേ. ഇനിയാണ് കഥ തുടങ്ങി. ഞാൻ ആദ്യം തന്നെ ഓടിച്ചാടിയായ സൈഡ് സീറ്റിലേക്ക് പോയി. നോക്കുമ്പോ എനിക്ക് സെന്റർ സീറ്റ് ആണ് ശരി. വീണ്ടും ചടച്ചു. എന്നിട്ട് ഞാനായ മൂപ്പരോട് ചോദിച്ചു ഒന്ന് സൈഡ് സീറ്റിൽ ഇരുന്നു. അവര് പറഞ്ഞു വേണ്ട, എനിക്ക് സൈഡ് സീറ്റ് നിർബന്ധം. പിന്നെന്തൊക്കെ ചടച്ച രീതിക്ക് ഞാൻ 2X ഇട്ടിട്ട് റൺവേത്തെ കുറച്ച് വീഡിയോസ് ഇതിൽ കയറുന്നവരെ നമ്മൾ കേട്ടറിവും അതുപോലെ അറിഞ്ഞറിവൊക്കെയാണ്. പക്ഷെ കയറി കഴിഞ്ഞപ്പാണ് സംഭവം മനസ്സിൽ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അത് പറയാൻ കാരണം ഈ ഒരു സൗണ്ടാണ്. ഈ ഒരു സൗണ്ടും ഈ പച്ചപ്പും ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത അനുഭൂതി തന്നെ. ഈ വിമാനം അങ്ങ് പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തേങ്ങയും കാണാൻ പറ്റില്ല. ചുട്ട വെയില്. കുറച്ച് മേലത്തെ പിന്നെ ഒന്നും നോക്കാനില്ല, കിടന്ന് ഉറങ്ങുക, വേറെ വയ്യില്ല. അങ്ങനെ ഈ ഉറക്ക് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ കാണുന്നത് മഞ്ഞ കുറെ വിമാനം. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം. ബഹ്റാന്റെ മണ്ണിലേക്ക് മറന്നിറങ്ങിയിരിക്കും. അങ്ങനെ വന്ന ഫ്ലൈറ്റിനോട് ബൈ പറഞ്ഞ് മുന്നോട്ടേക്ക്.